എല്ലാവർക്കും ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നാളെ 2024 ജനുവരി 28 നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികമാണ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് നടക്കാൻ പോകുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിൽ ജിഫ്രി മുത്തുകോയ തങ്ങളും അതുപോലെ തന്നെ ലീഗിൻ്റെയും മറ്റുള്ള നമ്മുടെ SKSSFൻ്റെയും മറ്റുള്ള എല്ലാ നേതാക്കളും വന്നു ചേരും. അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവരുകളും പിന്നെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമസ്തയുടെ പരിപാടിയിൽ സ്റ്റേജിൽ തന്നെ 300 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചു. മൊത്തത്തിൽ ഒരു ജനസാഗരം തന്നെ അവിടെ വന്നൊഴുകും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാംഗ്ലൂരിലെ അരമന മൈതാനിലാണ് നമ്മുടെ സമസ്തയുടെ 100ാം വാർഷിക പരിപാടി നടക്കുന്നത്. ആ ഗ്രൗണ്ടിൽ വെച്ച് AP ഉസ്താദിൻ്റെ സമസ്തയുടെ ഗോൾഡൻ 50 കർണാടക ഗോൾഡൻ 50യും നടന്നിരുന്നു. അതുപോലെ തന്നെ അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനവും നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നും സംസാരിക്കാൻ പോകാൻ പാടില്ല. സമസ്തയുടെ വേർപിരിവ് എന്താണെന്ന് വെച്ചാൽ അത് പണ്ഡിതന്മാർ തന്നെ സംസാരിച്ച് ശരിയാക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ ഒന്നും തന്നെ അതിൽ സംസാരിച്ച് പ്രശ്നമാക്കാൻ പോകരുത്. കർണാടകയിലും മറ്റുമെല്ലാം ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തക്കാർ 2 പാർട്ടിയായിട്ട് അവിടുന്ന് ഒരുപാട് തല്ലുകളും കുത്തുകളും നടത്തിക്കൊണ്ട് അവിടുന്ന് പ്രശ്നങ്ങളായി. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിലും അവിടെയും നടക്കരുത്. പണ്ട് 3 പേര് കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി അവിടുത്തെ സംസ്കാരങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന് എന്തെല്ലാം ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ പുനർനിർമ്മിച്ച് ഇവിടെ വന്ന് പ്രചരിപ്പിച്ചു. പലിശ ഹറാമല്ലെന്നും മറ്റുള്ള ഒരുപാട് ഹറാമുകൾ ഹറാമല്ല ഹലാലാക്കിക്കൊണ്ട് അവർ ഇസ്ലാമിനെ പുതുക്കി പണിതപ്പോൾ നമ്മുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളും മറ്റുള്ള നമ്മുടെ സെയ്ദുമാരും മറ്റുള്ള നേതാക്കളൊക്കെയും കൂടിക്കൊണ്ട് ഉണ്ടാക്കിയതാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്നുള്ളത്. അതുകൊണ്ട് ഈ സമസ്തയിലുണ്ടായ വേർപിരിവിനെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല. 2 സമസ്തയിലും ഉള്ളത് നേതാക്കന്മാരൊക്കെയും വലിയ വലിയ പണ്ഡിതന്മാരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. നമ്മുടെ സമസ്തയിൽ EK സമസ്ത എന്നറിയപ്പെടുന്നതിൽ ബഹുമാനപ്പെട്ട EK ഷംസുൽ ഉലമ അവരുകളും ഇപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്ന സെയ്ദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമൊക്കെയാണ് ഉള്ളത്. അവരെക്കുറിച്ചൊന്നും നമ്മൾ കുറ്റം പറയാനോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ AP സമസ്ത എന്നറിയപ്പെടുന്ന സമസ്തയിൽ ഇപ്പോൾ ഉള്ളത് സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സമസ്തയുടെ പിളർപ്പിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. സമസ്തയുടെ ഇരുവിഭാഗത്തിൻ്റെയും ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയ ആദർശങ്ങളെ അതേപോലെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടെയുള്ള മുജാഹിദീങ്ങളെയും മറ്റുള്ള തബ്ലീഗ് ജമാഅത്തുകളെയൊക്കെയും ഇവിടുന്ന് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടുന്ന് പോകാൻ മംഗലാപുരം സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നാളെ 6 മണിക്കൊരു ട്രെയിനുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഷെഡ്യൂളുകളൊക്കെയും നമ്മൾ നോക്കിക്കൊണ്ട് കൃത്യമായി അവിടേക്ക് പോയി എത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ പരിപാടികളൊക്കെയും നല്ല രീതിയിൽ വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.